സദ്ഗുരുവേ ശരണം. പ്രിയപ്പെട്ട നമ്മുടെ ഈ യോഗം ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസ്വി, നമ്മുടെ ഈ സംഘടനയ്ക്ക് തുടക്കം മുതൽ തന്നെ കാരണവർ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശേഖരൻ മാമനെ പറയുമ്പോൾ കാരണവർ സ്ഥാനത്ത് വെറുതെ ഇരിക്കുകയല്ല, സംഘടനയുടെ പ്രവർത്തനത്തെ നേരിട്ട് വിലയിരുത്തുകയും സംഘടനയിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും സംഘടന നിർണായകമായ പ്രതിസന്ധികളിൽ ഏർപ്പെട്ടപ്പോൾ ആദ്യം എനിക്ക് വലങ്കയ്യായി നിന്നിരുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മഹേഷ് ചില പ്രശ്നങ്ങളുടെ പുറത്തു പോവുകയും സംഘടന തകരും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ കൊല്ലത്ത് നിന്ന് ഓടിയെത്തിയത് ശേഖരമാമൻ്റെ അടുത്താണ്. ശേഖരമാമൻ പറഞ്ഞു തന്നത്, അപ്പോഴെന്നോട് പറഞ്ഞത്, സംഘടന വേണം, അത് ഈ സംഘടനയല്ലാതെ ഇനിയൊരു സംഘടന ഉണ്ടാകില്ല, ഇനിയൊരു സംഘടന ഉണ്ടായാൽ ആരും അത് വിശ്വസിക്കില്ല. സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റു ഭാരവാഹികളോ ഒക്കെ തെറ്റുകളിലും കുറ്റങ്ങളിലും ചെന്നുപെടാം. പക്ഷേ അവരെയൊക്കെ മാറ്റാൻ നമുക്ക് സംഘടനാപരമായ വ്യവസ്ഥകളുണ്ട്. ഇന്ന ഒരാൾ ദീർഘകാലം അല്ലെ സ്ഥിരമായിട്ട് പ്രസിഡൻ്റായിട്ട് ഇരിക്കണമെന്ന് ആരും നിഷ്കർഷിക്കേണ്ട. ഒരു ജനറൽ സെക്രട്ടറിയും സ്ഥിരമായി ഇതിനകത്തുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ സംഘടന സ്ഥിരമായിട്ടുണ്ടാകും. സംഘടനയുടെ ഭാരവാഹികളൊക്കെ മാറിയും തിരിഞ്ഞും വരും. പക്ഷേ സംഘടന നിലനിൽക്കണം എന്ന് കന്യാകുമാരിയിൽ നിന്ന് എല്ലാ ആത്മബന്ധുക്കളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംഘടനയ്ക്കൊപ്പം നിർത്തിയത് ശ്രീ ശേഖരൻ മാമനാണ്. നമ്മുടെ യോഗത്തിൽ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം നമ്മോട് സംസാരിക്കും. അതുപോലെ തന്നെ ശ്രീ ആനന്ദ്, ശ്രീ അജിത് കുമാർ, ശ്രീ ആൻഡ്രൂ സാറ്, കണ്ണൂർ മുതൽ കന്യാകുമാരി വരെയുള്ള ആത്മബന്ധുക്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സദസ്സാണ്. എല്ലാവരെയും ഗുരുനാമത്തിൽ സ്നേഹമറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗമെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇത് മൂന്നാമത്തെ തവണയാണ് കന്യാകുമാരിയിലെ ഈ ഹാളിൽ ഈ സംഘടന മേടം 23 എന്ന ഗുരുവിൻ്റെ ലയന ദിനം ആചരിക്കുന്നത്. ഈ സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ സംഘടനാപരമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. ഗുരു എന്താണ് ആഗ്രഹിച്ചിരുന്നത്, അല്ലെ ഗുരുവിൻ്റെ ഇച്ഛ എന്താണ്, ഗുരുവിൻ്റെ തീരുമാനങ്ങൾ എന്താണ്, അതിനനുസരിച്ച് ചേർന്ന് പോകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ മേടം 23 നമ്മൾ ആചരിച്ചത് മെയ് 7-ാം തീയതിയാണ്. പക്ഷേ ശാന്തിഗിരിയിൽ അത് മെയ് 6-ന് തന്നെയാണ് ചെയ്തത്. ആ കാര്യം സംഘടന നേരത്തെ തീരുമാനിച്ചു, മനസ്സിലാക്കി,
പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഗുരുവിൻ്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഗുരു അറിയിച്ചതനുസരിച്ച്, അതായത് നമ്മുടെയൊക്കെ മനുഷ്യരുടെ സാധാരണക്കാരുടെ മരണം മലയാള മാസം തീയതി നോക്കി എടുക്കണമെന്നും ജനനം നമ്മൾ എടുക്കേണ്ടത് മലയാള മാസത്തിലെ ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചിങ്ങച്ചോതിയും മേടം 23 തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മുടെ കലണ്ടറിനകത്ത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഫെബ്രുവരി മാസം 28ഉം 29ഉം വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ തവണയും മെയ് 6 ഗുരുവിൻ്റെ ലയന ദിവസം എടുക്കുവാൻ കഴിയില്ല. ഗുരുവിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ മേടം 23 എന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ആശ്രമത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ അതിനകത്തൊക്കെ പെട്ടുപോയവരാണ്. 25 വർഷത്തിന് മുമ്പ് ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം കുറേ കാലമെടുത്തു ഇതിലെ തെറ്റും ശരിയും വഞ്ചനയുമൊക്കെ മനസ്സിലാക്കുവാൻ. ഓരോരുത്തരുടെ ജീവൻ്റെ ബലം കൊണ്ട് അതിന് ഏറ്റക്കുറച്ചിൽ വന്നു എന്നുള്ളൊരു സത്യമാണ്. ചിലർക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഇതിനകത്ത് പാളിച്ച ഉണ്ട് എന്ന്. അങ്ങനെ തുടക്കത്തിൽ അറിഞ്ഞതിൽ ഒരാളാണ് വിനായകൻ സാറ്. തുടക്കത്തിൽ അറിഞ്ഞ ഉടനെ തന്നെ ഒടുക്കത്തെ അടിയും അടിച്ച് അവന്മാർ പുറത്താക്കി വിനായകൻ സാറിനെ. ഞാൻ ഈ 2-3 ദിവസത്തിന് മുമ്പ് വിനായകൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം പങ്കിടാനായിട്ട് എത്താം എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ പത്മപ്രകാശജ്ഞാന തപസി സ്വാമികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടേതായ യൂട്യൂബിൽ വളരെ താമസിക്കാതെ അത് പുറത്തു വരും. നമ്മളെക്കാൾ ആ ഇൻ്റർവ്യൂ, ആ ഗുരുപദം കാണുവാൻ കൂടുതൽ കാത്തിരിക്കുന്നത് ശാന്തിഗിരിയിലെ ഇപ്പോഴത്തെ അന്തേവാസികളും ഇപ്പോഴത്തെ ഭരണക്കാരുമായിരിക്കും. അദ്ദേഹത്തിന് വെളിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ അതിലൂടെ പുറത്തു വരും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് പുറം കാണിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ശ്രീ ചന്ദ്രബാബു സംഘടനയിലുണ്ടായ അകത്തുണ്ടായ ചില തർക്കങ്ങളുടെയും ചർച്ചകളുടെയും പുറത്ത് അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. മിക്കവാറും എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലായിരുന്നു എന്നുള്ള വസ്തുത നമുക്കറിയില്ലായിരുന്നു. സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കായാലും അത് എൻ്റെയും പോരായ്മയാണ്. ഞാനത് സ്വയം സമ്മതിക്കുന്നു. കാര്യം ഈ യൂട്യൂബ് എന്ന് പറയുന്ന നവമാധ്യമങ്ങളൊക്കെ ഈ വളരെ അടുത്ത 5-10 ഒക്കെ കൊല്ലം കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ ഇടയിൽ അത് എസ്റ്റാബ്ലിഷ് ആയത്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്, അതിനെന്തൊക്കെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ട് അറിയില്ല, തിരക്കിയിട്ടില്ല. അന്നൊക്കെ ആഗ്രഹിച്ച് നമ്മുടെ സംഘടനയുടെ വാർത്തകളെ പുറം ലോകത്തെ അറിയിക്കുവാൻ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു മീഡിയയാണ് യൂട്യൂബ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു, സംഘടന പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തി. അതിനകത്ത് നിന്നും യൂട്യൂബ് സംഘടനയുടെ ഔദ്യോഗികമായിരിക്കണം എന്ന ആ ബോധ്യം വന്നത് താമസിച്ചാണ്.
അതിനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അത് അദ്ദേഹം രജിസ്റ്റർ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ID വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടും കൂടിയാണ് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങനെ പിടിച്ചു വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല. പകരം നമുക്ക് കഴിയുന്നത് നമ്മുടേതായ ഒരു ചാനൽ ആരംഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 100% ഔദ്യോഗികമായിരിക്കണം. സംഘടനയുടെ ID വേണം അതിന് ഉപയോഗിക്കുവാൻ. സംഘടനയുടെ അക്കൗണ്ട് വേണം അതുമായി കണക്ട് ചെയ്യുവാൻ. അതിനൊക്കെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ യൂട്യൂബ് നമുക്ക് പുറത്ത് ഇറക്കാൻ കഴിയും. ഞാനതിനകത്തൊന്നും ഒരു എക്സ്പേർട്ടല്ല. അത് കാരണം ഞാനതിനെപ്പറ്റി അത്ര ചർച്ച ചെയ്ത് ചോദിക്കാറില്ല. കാര്യം ഒരു എക്സംഷൻ എനിക്കുണ്ടായ ദ സീനിയർ ഈ എക്സിക്യൂട്ടീവിൽ. അപ്പം പിന്നെ പിള്ളേർ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് തന്നെ കരുതിയതാണ്. അതിനകത്തൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷേ അതിന് അങ്ങനെ ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം ഞാൻ കൊടുത്തിരുന്നത്. ഇനി അതിനകത്തൊരു തർക്കം ഉണ്ടാകരുത്. അത് നാളെ ചിലപ്പോൾ ഞാനും ഈ സംഘടനയും ചിലപ്പം ഒരു പക്ഷേ എൻ്റെ കർമ്മദോഷം സംഭവിച്ചാൽ പുറത്തു പോകാം. ഇപ്പോൾ ഇരിക്കുന്ന ഭാരവാഹികളിലും പലർക്കും പുറത്തു പോകാം. പക്ഷേ ശേഖരമാമൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സംഘടന നിലനിൽക്കണം. സംഘടനയുടെ യൂട്യൂബും സംഘടനയുടേതായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അത് ഇനി ഒരു വ്യക്തിയുടെ പേരിലാവാൻ പാടില്ല. ഇന്ന് ശാന്തിഗിരിയിൽ നടക്കുന്ന മൂല്യച്യുതികളിൽ മനംനൊന്ത ഒരു കൂട്ടം വിശ്വാസികൾ നൊന്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ സംഘടന എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ഇത് അറിയുന്നത് ശാന്തിഗിരിയിലെ ഇപ്പോഴത്തെ ഭരണാധികാരികളാണ്. അവർ അതിൻ്റെ വേവലാതിയും വെപ്രാളത്തിലുമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആഴത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവരുടെ നെഞ്ചുകളിൽ പതിച്ചിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേദനയിലും വെപ്രാളത്തിലും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശാന്തിഗിരിയുടെ നിലനിൽപ്പ് പോലും ഭീഷണിയായിരിക്കുന്ന അവസ്ഥയിലാണ്. പുതുതായി വരുന്ന വിശ്വാസികൾ അവരൊന്നും യഥാർത്ഥത്തിൽ ഗുരുവിശ്വാസികളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവരൊക്കെ വരുന്നത് ഒരു വലിയൊരു ജ്യോത്സ്യരെ കാണുവാൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ അറിയണമല്ലോ. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അത് അറിയാൻ വരുന്ന ഒരു വിഭാഗമാണ്. അവരവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് 100, 50, 500, 1000 കൊടുത്തിട്ട് പോകുമായിരിക്കാം. പക്ഷേ എനിക്കിന്നും ഓർമ്മയുണ്ട് നമ്മൾ ഗുരുവിനെ കാണാൻ പോകുമ്പോഴുള്ള കാര്യങ്ങൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഗുരുവുമായിട്ടുള്ളൊരു അനുഭവമാണ്. 1995, 94, ഞാൻ കിളിമാനൂർ ഒരു വസ്തു വാങ്ങുന്നതിന് അഡ്വാൻസ് കൊടുക്കുവാനായി ഒരു തുക അകത്ത് കൊടുത്തു വെച്ചാൽ ജന്യമാരുടെ അവിടെ കൊടുത്തു. എനിക്കത് ഗുരുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് വേണം അത് തുടങ്ങാൻ. ആ പൈസ രാവിലെ തന്നെ അവിടെ ഏൽപ്പിച്ചു. എന്നെ ഒരു 9, 10 മണി കഴിഞ്ഞപ്പോൾ ഗുരു വിളിപ്പിച്ചു. ഞാൻ ചെന്നു, പാദ നമസ്കാരം ചെയ്തു, ഗുരുവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു നിന്നു. ഗുരു അപ്പോഴേക്കും ആ പൊതി എൻ്റെ കയ്യിലേക്ക് തരാനായി കയ്യിലെടുത്ത് വെച്ചു. ഗുരു കണ്ണടച്ച് ഒന്ന് സങ്കല്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഗുരു എൻ്റെ കയ്യിലോട്ട് തന്ന സമയത്ത് ഞാൻ എൻ്റെ പാക്കറ്റിനകത്തൊരു കവറിനകത്തൊരു തുക ഇട്ടു വച്ചിരുന്നു. ഗുരു എൻ്റെ കയ്യിലേക്ക് ഈ പണം തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ പാക്കറ്റിൽ ഞാൻ കരുതി വച്ചിരുന്ന ആ കവറെടുത്ത് ഗുരുവിന് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷേ അത് വാങ്ങിച്ച ഗുരു പെട്ടെന്ന് മുഖം വല്ലാതെയായി. ഗുരു ആകെ വിഷമിച്ചു. എന്നിട്ട് ഗുരു എന്നോട് പറഞ്ഞ കാര്യമാണ്, എടാ, ഇത് വൈദിക സമ്പ്രദായത്തിലുള്ള ഒരു രീതിയാണ്.
നിനക്ക് ഞാൻ തരുന്നത് നിനക്ക് ഞാൻ തരികയാണ്. വൈദിക സമ്പ്രദായത്തിൽ അങ്ങനെയല്ല. തന്നാൽ ഒരു പിടി തിരിച്ചിങ്ങോട്ടും കിടക്കണം എന്നുള്ള ചിന്തയിലാണ്. അത് വൈദിക കർമ്മത്തിലാണ്, ഗുരുമാർഗത്തിൽ അതില്ല. എന്നിട്ട് ഗുരു എന്നോടൊരു കാര്യം കൂടി ചോദിച്ചു. എനിക്കൊരാവശ്യം വന്നാൽ നീ എല്ലാം വിറ്റ് തരില്ലേ എന്നാണ് ഗുരു എന്നോട് ചോദിച്ചത്. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു എങ്കിൽ അത് ആ ഗുരുവാക്കാണ്, ആ ഗുരു കാരുണ്യമാണ്. ഗുരുവിനൊരാവശ്യം വന്നാൽ മുമ്പിൽ ഞാൻ നിൽക്കില്ലേ എന്ന ഗുരു ചോദിച്ചതിന് എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞ ഒരു മറുപടിയായിട്ടാണ്, ഒരു ത്യാഗമായിട്ടാണ്, ഒരു കർമ്മമായിട്ടാണ് ഞാൻ ഈ പദത്തെ, എൻ്റെ ഈ പദവിയെ കാണുന്നത്. ഞാൻ ആദ്യത്തെ പലപ്പോഴും മീറ്റിങ്ങിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ സംഘടന രൂപീകരിക്കുക ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ പിന്നിൽ നിൽക്കാമെന്നും അജിത്ത്, ചന്ദ്രബാബു, മഹേഷ് ഇങ്ങനെയൊക്കെ തുടങ്ങി അവരൊക്കെ നിന്ന് ചെയ്യട്ടെ, ആൻഡ്രൂ സാറും ഒക്കെ ഉണ്ട്, അവരൊക്കെ നിന്ന് ചെയ്യട്ടെ, ഞാൻ പിറകിൽ, ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൊട്ടേഷൻ വേണമെങ്കിൽ മാത്രം ചെയ്ത് പിറകിൽ നിൽക്കാം, കർട്ടന് പിന്നിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. പക്ഷേ ഗുരുകാരുണ്യം കൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റ് ആവുകയും ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് ആ പദവി എനിക്കാണെന്നുള്ള വസ്തുത പോലും ഞാൻ അറിയുന്നത്. ഞാനിത് പറഞ്ഞത് ഗുരുവിന് കൊടുത്തൊരു വാക്കാണ്. പക്ഷേ അതിനു ശേഷമാണ് ഈ വാക്ക് പോലും ഞാൻ ഓർക്കുന്നത്, ഞാൻ എങ്ങനെ പദവിയിൽ വന്നു എന്നുള്ളത്. എനിക്കൊരാവശ്യം വന്നാൽ നീ എല്ലാം വിറ്റ് എനിക്കിതല്ലേ, എന്നോടൊപ്പം നിൽക്കില്ലേ എന്ന് ആണ് ഗുരു ചോദിച്ചത്. അതിന് ഞാൻ അംഗീകരിച്ചു. ഗുരുവിനെ പാദനമസ്കാരം ചെയ്തതായിരിക്കാം ഒരു പക്ഷേ ഇത് എനിക്ക് നാളെയും പ്രസിഡൻ്റായിരിക്കാനുള്ള ഒരു അടവൊന്നുമല്ല. ഞാൻ മാത്രം പ്രസിഡൻ്റായിട്ടിരുന്നാൽ ഈ സംഘടന വലുതാകത്തൊന്നുമില്ല. ഞാൻ അതൊരു ക്ലെയിമായിട്ടല്ല പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ, ഓരോരുത്തർക്കും കിട്ടിയ അംഗീകാരമാണ്, അവസരമാണ് ഈ സംഘടനയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. അത് നമ്മുടെ കർമ്മശേഷിയുടെ വലിപ്പം അനുസരിച്ച് അത് പൂർണ്ണമായിട്ടും ചെയ്യുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികൾ വരണമെന്നും പുതിയ തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം എന്നും പറഞ്ഞത്. ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാനത് വലിയ കൂടിയാലോചന ഒന്നും ആലോചിച്ചില്ല, എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. കാരണം ഈ സംഘടനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന 2 അവസരം എന്ന് പറയുന്നത് മേട 23 ചിങ്ങച്ചോതിയുമാണ്. ആ ഒരു സന്ദർഭത്തിൽ വേണം, കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന ആ സമയത്ത് വേണം ഇതിന് പുതിയ ഭാരവാഹികൾ ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിച്ചതാണ്. ഈ അവസരം അതിനുപയോഗിക്കണം എന്ന് നിശ്ചയിച്ചത് എക്സിക്യൂട്ടീവിലിടുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും അത് ശരിയാണെന്ന് കൂടുതൽ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തത് അതൊരു ഗുരുകാരുണ്യമായി തന്നെ ഞാൻ കാണുന്നു.